ഏകാദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതം വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 25 മുതലുള്ള 37 വരെയുള്ള വാക്യങ്ങളിൽ യേശുമ്പുരാൻ നല്ല ശമരിയാകാരനെ കുറിച്ച് പറയുന്നുണ്ട്. ന്യായശാസ്ത്രി വന്ന് യേശുമ്പുരാനോട് ചോദിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് കർത്താവ് ഈ ഉപമ പറയുന്നത്. നല്ല ശമരിയക്കാരൻ്റെ ഉപമ. മുറിവേറ്റവനായിട്ട് ഒരാൾ റോഡിൽ കിടക്കുകയാണ്. അപ്പോഴതുവഴി വരുന്നത് ഒരു പുരോഹിതനാണ്. അദ്ദേഹം കണ്ടിട്ടും കാണാതെ പോകുന്നു. അത് കഴിഞ്ഞ് ഒരു ലേവ്യൻ വരുന്നു, അദ്ദേഹവും കണ്ടിട്ട് കാണാതെ പോകുന്നു. പിന്നെ വരുന്നത് അന്യമനസ്ഥനായ ഒരു ശമരിയക്കാരനാണ്. ആ ശമരിയക്കാരൻ ആ മുറിവേറ്റവനിൽ മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും എണ്ണയും വീഞ്ഞും ഒക്കെ പുരട്ടി അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിട്ട് ഒരു സത്രത്തിൽ കൊണ്ടാക്കുന്നുണ്ട്. അപ്പം ആ പുരോഹിതനും ലേവ്യനും ഒരുപക്ഷെങ്കിൽ അവരുടേതായ ഉത്തരവാദിത്തങ്ങൾക്ക് ഇന്നത്തെ ചുമതലകൾക്ക് പോകാതിരിക്കും. ആ മുറിവേറ്റവൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇന്ന് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ തടസ്സപ്പെടാം. അതുകൊണ്ടായിരിക്കാം അവർ ഈ മുറിവേറ്റവൻ്റെ പുറകെ പോകാൻ. ആ ശമരിയക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായ ഇന്ന് ചെയ്യേണ്ട ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ചുമതലയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതൊക്കെ വിട്ടിട്ട് അദ്ദേഹം ചിന്തിക്കുന്നത്, ഈ മുറിവേറ്റവനെ വിട്ടിട്ട് പോയാൽ ആ മുറിവേറ്റവൻ്റെ ജീവൻ എന്ത് സംഭവിക്കുന്നു, അങ്ങനെ മനസ്സിലിഞ്ഞ് അങ്ങനെ ചെയ്യുകയാണ്. എന്നിട്ട് യേശുമ്പുരാൻ അവിടെ ഏറ്റവും അവസാനം പറയുകയാണ്, അങ്ങനെ തന്നെ നീയും പോയി ചെയ്യാൻ. ഇന്നും ഇക്കാലത്തും നല്ല ശമരിയക്കാരന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ഈ കഴിഞ്ഞ ജൂലൈ 16-ാം തീയതി എനിക്ക് വലിയൊരു അപകടം സംഭവിച്ചു. ഞാൻ എൻ്റെ കൈകാലുകളൊക്കെ ഒടിഞ്ഞ് തൂങ്ങി, എൻ്റെ ഇടുപ്പല്ലുകളെല്ലാം പൊട്ടിച്ചെതറി, എൻ്റെ ലിഗമെൻറ്റുകൾ, കൈകാലുകളുടെ ലിഗമെൻറ്റുകളൊക്കെ പൊട്ടിമാറി. ഞാനിങ്ങനെ നടുറോഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. മഴയുണ്ട്. കുറേയേറെ ആൾക്കാർ എന്നെ കണ്ടിട്ടും കാണാതെ പോയി. കുറേ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട് എൻ്റെ ചുറ്റിനും. ഞാനിങ്ങനെ മനോപ്രാണത്തോടെ കിടന്ന് പിടയുകയാണ് മരിക്കാനായിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ നോക്കുന്നത് ഞാൻ എൻ്റെ മരണം കാത്തോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂഷനിലോ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു നല്ല മനുഷ്യന് വരുന്നു. അദ്ദേഹം ബൈക്കിൽ നിന്ന് ഇറങ്ങി വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. ആംബുലൻസ് വിളിക്കുന്നു, എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. എങ്ങനെയോ എൻ്റെ ബൈക്കിൽ നിന്നുള്ള നമ്പരൊക്കെ എടുത്തിട്ട് വീട്ടിലറിയിക്കുന്നു. നീണ്ട ആശുപത്രിവാസങ്ങൾക്ക് ശേഷം വീട്ടിലെ വിശ്രമത്തിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. സുഖം പ്രാപിച്ചു വരുന്നു. ആ നല്ല മനുഷ്യൻ്റെ നല്ല പ്രവൃത്തി കാരണമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു പ്രവൃത്തിയാണ് നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ജീവിച്ചിരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ആ മനുഷ്യൻ നല്ല പ്രവൃത്തി കാരണം. ആ മറ്റ് എന്നെ കണ്ടിട്ടും കാണാതെ പോയവർക്കൊക്കെ അവരുടേതായ ലക്ഷ്യങ്ങൾ എൻ്റെ പുറകെ വന്നു കഴിഞ്ഞാൽ അവർക്കെന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ, ഈ നല്ലവനായ മനുഷ്യൻ എന്നെ വിട്ടിട്ട് പോയാൽ എനിക്കെന്ത് സംഭവിക്കുമെന്നാണ് ചിന്തിച്ച്. ഈ മുറിവേറ്റവനെ വിട്ടിട്ട് പോയാൽ എനിക്കെന്ത് സംഭവിക്കുമെന്നാണ്. ആ നല്ല മനുഷ്യൻ്റെ ഒരു സന്തോഷം എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ മക്കൾ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് സന്തോഷ് ദ ഗോഡ് എന്നാണ്. അതുകൊണ്ട് യേശുമ്പുരാൻ നമ്മളോട് പറയുകയാണ്, നിങ്ങളും അങ്ങനെ തന്നെ പോയി ചെയ്യുക. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഉപ്പും വെളിച്ചവും 2 രൂപകങ്ങൾ. അതിന് ആവശ്യക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അതിന് ജാതിയില്ല, മതമില്ല, ദേശ ഭാഷാന്തരമില്ല, ഒന്നുമില്ല. ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവരുടെ ഇടയിലേക്ക് വിളിച്ച് ഇറങ്ങിച്ചെല്ലുന്നു. ആർക്കൊക്കെ ആഹാരത്തിൽ ഉപ്പ് വേണം അവിടേക്ക് ചെല്ലുന്നു. അതുപോലെ തന്നെ ഈ സന്തോഷം എന്ന മനുഷ്യൻ ഞാനവിടെ മുറിവേറ്റവനായി കിടക്കുമ്പോൾ ഏത് സഭക്കാരനാണെന്നോ ഏത് ജാതിക്കാരനാണെന്നോ ഏത് ഭാഷ സംസാരിക്കാനൊന്നും അറിയത്തില്ല. അദ്ദേഹം പെട്ടെന്ന് തന്നെ തിടുക്കത്തിൽ ഇറങ്ങി എന്നെ മനസ്സിലിഞ്ഞ്
എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും എനിക്ക് ആ നല്ല മനുഷ്യനിലൂടെ ജീവൻ കിട്ടുകയും ചെയ്യുക. എന്നിട്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങളും അങ്ങനെ തന്നെ പോയി ചെയ്യും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.